വിവാഹപ്രായം കഴിഞ്ഞ് 2 തവണ പ്രായപൂർത്തിയായി നിൽക്കുന്ന 37 വയസ്സുകാരൻ ബാച്ചിലർ മാമ്പുറത്ത് ജയേഷിന്റെ ജാതകം. അതൊരു വല്ലാത്ത ജാതകമാണ്. രതീഷ് മണ്ടോടി എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ നായകനായി എത്തുന്ന ഒരു ഫൺ എന്റർടൈനറാണ് ഒരു ജാതി ജാതകം. സോ ടെക്നിക്കലി ഈ സിനിമ ശ്രീനിവാസൻ ഫാമിലി ട്രീയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ട്രഡീഷണൽ ചിന്തകളും മോഡേൺ ചിന്തകളും കൂടിക്കലർന്ന ഒരു പശ്ചാത്തലമാണ് സിനിമയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന മാമ്പുറത്ത് ജയേഷ് പുള്ളി പെണ്ണ് കെട്ടാൻ നടക്കുന്ന ഒരു 37കാരനായ ചെറുപ്പക്കാരനാണ്. ജയേഷിന് പക്ഷേ ചുമ്മാ ഒരു പെണ്ണ് പോരാ. ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഇയാൾക്ക് ഭയങ്കര ഡിമാൻഡ്സ് ഉണ്ട്. എന്നാൽ തൻ്റേതല്ലാത്തതും ആയതുമായ കാരണങ്ങൾ കൊണ്ട് പെണ്ണ് കിട്ടാതെ വലയുകയാണ് പാവം. അങ്ങനെ പോകുന്ന ഇയാളുടെ ജീവിതം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് സിനിമയുടെ ഒരു ബേസ് സ്റ്റോറി. കല്യാണപ്രായം കഴിഞ്ഞ് കല്യാണം കഴിയാത്ത ഒരു ഇൻഡിവിജ്വൽ ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും നർമ്മത്തിലൂടെയാണ് സിനിമയിലൂടെ കൺവേ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് വീട്ടുകാരുടെ പ്രഷർ, മറുവശത്ത് മോഡേൺ ചിന്താഗതികളും പിന്നെ മഴവില്ലഴകും. ഇതാണ് ജയേഷിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ. വിനീതിന് പുറമെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സായ അമൽ താഹ ആൻഡ് ചിപ്പി ദേവസി, പിന്നെ ഒരു നീണ്ട പെൺനിര തന്നെ സിനിമയിലുണ്ട്. നിഗ്ന വിമൽ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് റോളാണ് ചെയ്തിരിക്കുന്നത്. PP കുഞ്ഞികൃഷ്ണനാണ് ജയേഷിന്റെ അച്ഛൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. സിംഗർ സൈനോര ഇതിൽ ജയേഷിന്റെ മാട്രിമോണി കോച്ചായിട്ടാണ് വരുന്നത്. ഡയറക്ടർ മൃദുൽ നായർ സിനിമയിലുണ്ട്. പുള്ളി ഇതിലൊരു ടോക്സിക് ഹസ്ബൻഡ് റോളിലാണ് വരുന്നത്. ബാബു ആന്റണി ചേട്ടനും ഒരു നല്ല റോള് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. സിനിമ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. ചർച്ച ചെയ്യുന്ന വിഷയം സീരിയസ് ആണെങ്കിലും ഫുൾ ഓൺ കോമഡി മോഡിലാണ് പടം പോകുന്നത്. സോ അതുകൊണ്ട് ലാഗൊന്നും തോന്നത്തില്ല. പാട്ടുകളൊക്കെ ഒരു ഓക്കെ വൈബായിരുന്നു. മിക്ക ഡയലോഗ്സിനും എസ്പെഷ്യലി കോമഡി പറയുന്ന സമയത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും BGM കയറ്റി വെച്ച് സിനിമ ലൗഡാക്കി വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് വിനീത് ശ്രീനിവാസൻ ഷോയാണ്. പുള്ളിയാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കണ്ണൂർ മലപ്പുറം ഡയലക്റ്റാണ് സിനിമയിൽ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും പിടിച്ചിരിക്കുന്നത്. അങ്ങനെ കല്യാണം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം, സ്നേഹം ആൻഡ് അക്സെപ്റ്റൻസ് ഇതൊക്കെ ഉണ്ടായാൽ മാത്രം സംഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്യൂരിയസ് കേസ് ഓഫ് മാമ്പുറത്ത് ജയേഷിന്റെ കഥ അവസാനിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫ്രണ്ട്ലി മൂവി ആണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എം മോഹനന്റെ ഒരു ജാതി ജാതകം ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ചിരിക്കാനും അതുപോലെ ചിന്തിക്കാനുമുള്ള സ്പേസ് തരുന്ന ഈ ചിത്രം ഡെഫിനറ്റ്ലി നല്ലൊരു എന്റർടൈനറാണ് ആൻഡ് ഇറ്റ്സ് വർത്ത് യുവർ ടൈം. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.